ഹായ്, എല്ലാവർക്കും കേരള അക്കാഡമിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ ഇന്നലെ ട്രാൻസ്ഫോമറാണ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മളിന്ന് അതേ ഓട്ടോ ട്രാൻസ്ഫോമർ നമ്മൾ കണ്ടിന്യൂ ചെയ്യുകയാണ്. അപ്പോൾ ഇന്നലെ നമ്മൾ ഓട്ടോ ട്രാൻസ്ഫോമറിൻ്റെ കുറച്ച് ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരുന്നു. എങ്ങനെയാണ് ഓട്ടോ ട്രാൻസ്ഫോമറിൻ്റെ കണക്ഷൻസ് ഒക്കെ വരാം, എങ്ങനെയായിരുന്നു ഓട്ടോ ട്രാൻസ്ഫോമറിൻ്റെ ടേൺസ് റേഷ്യോ നമ്മൾ കണ്ടുപിടിക്കാം. നമ്മൾ പറഞ്ഞായിരുന്നു ഓട്ടോ ട്രാൻസ്ഫോമറിൻ്റെ ടേൺസ് റേഷ്യോ എന്ന് പറഞ്ഞിരിക്കുന്നത് 1ൻ്റെ അടുത്തായിരിക്കണം, ക്ലോസ് ടു ദ യൂണിറ്റി ആയിരിക്കണം എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇക്വേഷൻസ് ഒക്കെ നമ്മൾ ഡിറൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇറ്റ് വിൽ ബി VL ഡിവൈഡഡ് ബൈ VH, അല്ലെങ്കിൽ നമുക്ക് NL ഡിവൈഡഡ് ബൈ NH, അല്ലെങ്കിൽ IH ഡിവൈഡഡ് ബൈ IL. ഇറ്റ് ഈസ് ഈക്വൽ ടു ടേൺസ് റേഷ്യോ ഓൺ എ ഓട്ടോ ട്രാൻസ്ഫോമർ എന്ന് ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ നമ്മൾ ഡിഫറെൻറ്റ് കണക്ഷൻസ്, അഡിറ്റീവ് പൊളാരിറ്റി, സബ്ട്രാക്റ്റീവ് പൊളാരിറ്റി എന്നിങ്ങനെയുള്ള ഡിഫറെൻറ്റ് കണക്ഷൻസ് നമ്മൾ നോക്കിയിട്ടുണ്ടായി. അതിൻ്റെ ബേസ് ചെയ്തിട്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള KVA റേറ്റിംഗ്സ് നമ്മൾ കണ്ടു. അതോടൊപ്പം തന്നെ നമ്മൾ ഒരു 2 വൈൻഡിങ് ട്രാൻസ്ഫോമർ നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് റേറ്റിങ്ങിൽ വരുന്ന വ്യത്യാസം നമ്മൾ ഇന്നലെ കണ്ടിരുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് അതിനെ കുറച്ച് പ്രോബ്ലംസ് ചെയ്യാം. അതേപോലെ തന്നെ ഒരു ടോപ്പിക് കൂടി ബാക്കിയുണ്ട്. കോപ്പർ സേവിങ് ഓൺ എൻ ഓട്ടോ ട്രാൻസ്ഫോമറാണ് നമുക്ക് ബാക്കിയുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ജസ്റ്റ് നമുക്കൊന്ന് വരയ്ക്കാം. എങ്ങനെയാണ് നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്യുന്ന ഓട്ടോ ട്രാൻസ്ഫോമർ ജസ്റ്റ് ഒന്ന് വരയ്ക്കാം. ഇന്ന് ഞാൻ ചെറുതാക്കിയിട്ടാണ് വരയ്ക്കുന്നത്. എത്ര വൈൻഡിങ്സ് ഉണ്ടായിരുന്നു? നമ്മൾ ഈ വൈൻഡിങ്സ് നമ്മൾ പേര് കൊടുത്തിട്ടുണ്ടായിരുന്നു. NH എന്ന് പറഞ്ഞിട്ടാണ് ഈ വൈൻഡിങ്സ് നമ്മൾ പേര് കൊടുത്തിട്ടുണ്ടായിരുന്നത്. നമ്മളിതൊരു ആർബിട്രറി പോയിന്റ് സെലക്ട് ചെയ്തിട്ട് അവിടെ നിന്നുമാണ് നമ്മൾ ലോഡിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ലോഡിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്ന ആ പോയിൻറ്റ്സിന് തൊട്ടുള്ള നമ്പർ ഓഫ് ടേൺസിനെ നമ്മൾ NL എന്ന് വിളിച്ചു. ഇവിടെ റിമൈനിങ് ആയിട്ടുള്ളത് NH മൈനസ് NL ആണെന്ന് പറഞ്ഞു. ഇവിടെ പാർട്ടിക്കുലർ ആയിട്ടുള്ളൊരു വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ VL എന്ന് പറഞ്ഞിരിക്കുന്ന വോൾട്ടേജാണ്. ഇവിടെയുള്ള വോൾട്ടേജ് എന്ന് പറഞ്ഞിരിക്കുന്നത് VH എന്ന് പറഞ്ഞിരിക്കുന്ന വോൾട്ടേജാണ്. സോ നോർമലി ഇവിടെ ഉണ്ടായിരിക്കുന്ന വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ VH മൈനസ് VL ആയിരുന്നു. ഇവിടെ ഇതിൽ കൂടെ പോകുന്ന കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ IH എന്ന് പറഞ്ഞിരിക്കുന്ന കറണ്ടായിരുന്നു. ഇതിൽ കൂടെ പോകുന്ന കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ IL എന്ന് പറഞ്ഞ കറണ്ടാണ്. ഇവിടെയുള്ള കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ IL മൈനസ് IH. ഇത്രയും കാര്യങ്ങളായിരുന്നു നമ്മൾ ഇന്നലെ ഒരു ഓട്ടോ ട്രാൻസ്ഫോമർ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഞാൻ സാധാ ഒരു 2 വൈൻഡിങ് ട്രാൻസ്ഫോമർ വരയ്ക്കുകയാണ്. ഒരു 2 വൈൻഡിങ് ട്രാൻസ്ഫോമർ വരുമ്പോൾ ഇത് നമ്മുടെ ഒരു HP സൈഡായിട്ട് ഞാൻ അസ്യൂം ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ VH വന്നു. അത് കഴിഞ്ഞാൽ ഇവിടെ ഞാൻ അടുത്ത സൈഡ് അസ്യൂം ചെയ്യുകയാണ്. VL വന്നു. ഇവിടെ IH വന്നു. ഇവിടെ IL വന്നു. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞിരിക്കുന്നത് കോപ്പർ സേവിങ് ഓൺ എൻ ഓട്ടോ ട്രാൻസ്ഫോമറാണ്. നമ്മളൊരു സാധാ ട്രാൻസ്ഫോമറും ഓട്ടോ ട്രാൻസ്ഫോമർ, അതായത് ഒരു 2 വൈൻഡിങ് ട്രാൻസ്ഫോമറും ഓട്ടോ ട്രാൻസ്ഫോമറും തമ്മിൽ എത്ര കോപ്പർ സേവിങ് ഉണ്ടായിരുന്നു എന്നാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്, അല്ല കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മളിത് കമ്പയർ ചെയ്യേണ്ട ഒരു കേസ് വരുന്ന സമയത്ത് നമുക്ക് സാധാ ട്രാൻസ്ഫോമറിൻ്റെയും ഓട്ടോ ട്രാൻസ്ഫോമറിൻ്റെയും വോൾട്ടേജും പവർ റേറ്റിങ്ങും സെയിം ആയിരിക്കണം. വെറുതെ ജസ്റ്റ് ഒരു കോപ്പർ സേവിങ് എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. വെറുതെ ജസ്റ്റ് എങ്ങനെയാണ് കോപ്പർ സേവിങ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ജസ്റ്റ് ഒരു ടൈം നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കില്ല. അതിന് ചില കണ്ടീഷൻസ് ഉണ്ട്. കണ്ടീഷൻസ് ഇതാണ്: 2 വൈൻഡിങ് ട്രാൻസ്ഫോമറിൻ്റെയും ഓട്ടോ ട്രാൻസ്ഫോമറിൻ്റെയും പവർ റേറ്റിങ്ങും വോൾട്ടേജ് റേഷ്യോയും നമ്മൾ സെയിം ആയിരിക്കണം. ഓക്കെ, എന്നാൽ മാത്രമാണ് നമുക്ക് അതിൻ്റെ കോപ്പർ സേവിങ് എത്രയുണ്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം, കോപ്പർ സേവിങ് എന്ന് പറഞ്ഞിരിക്കുന്നത്, കോപ്പർ വെയിറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഡെൻസിറ്റിയോട് പ്രൊപ്പോർഷനാണ്. അതായത് കോപ്പർ വെയിറ്റ്. ഓക്കെ, കോപ്പർ വെയിറ്റ് എന്ന് പറയുന്നിരിക്കുന്നത് ഇറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു വോളിയം ഇൻറ്റു ഡെൻസിറ്റി. ഓക്കെ, വോളിയം ഇൻറ്റു ഡെൻസിറ്റിയോട് പ്രൊപ്പോർഷനാണ് കോപ്പർ വെയിറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. വോളിയം എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഏരിയ ഇൻറ്റു ലെങ്ത് ആണ് വോളിയം വരിക. ഓക്കെ, ഏരിയ ഇൻറ്റു ലെങ്ത് ആണ് വോളിയം വരിക. ലെങ്ത് എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഒരു ഓട്ടോ ട്രാൻസ്ഫോമർ, ഒരു സാധാ 2 വൈൻഡിങ് ട്രാൻസ്ഫോമർ കൊടുക്കുകയാണെങ്കിൽ ലെങ്ത് എന്ന് പറഞ്ഞിട്ട് ഈസ് നത്തിങ് ബട്ട് നമ്പർ ഓഫ് ടേൺസ് ആയിരിക്കും വരിക. നമ്പർ ഓഫ് ടേൺസ് ആയിരിക്കും നമുക്ക് വരിക. ഇനി ഏരിയ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഏരിയ എന്ന് പറഞ്ഞിരിക്കുന്നത് പ്രൊപ്പോർഷണൽ ടു ദാറ്റ് ഓഫ് കറണ്ട് ആയിരിക്കും വരിക. ഓക്കെ, ഏരിയ എന്ന് പറഞ്ഞിരിക്കുന്നത് പ്രൊപ്പോർഷണൽ ടു ദാറ്റ് ഓഫ് കറണ്ട് ആയിരിക്കും വരിക. ലെങ്ത് എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്പർ ഓഫ് ടേൺസ് ആയിട്ടായിരിക്കും പ്രൊപ്പോർഷണൽ ആയിട്ട് നമുക്ക് കിട്ടുക. ഓക്കെ, ഫൈൻ.
സോ നമ്മുടെ കോപ്പർ വെയിറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഇറ്റ് ഈസ് പ്രൊപ്പോർഷൻ ടു വോളിയം ഇൻറ്റു ഡെൻസിറ്റി ആണ്. വോളിയം എന്ന് പറയുന്നിരിക്കുന്നത് ഏരിയ ഇൻറ്റു ലെങ്ത് ആണ്. ലെങ്ത് എന്ന് പറയുമ്പോൾ നമ്മൾ അസ്യൂം ചെയ്യുന്നിരിക്കുന്നത് നമ്പർ ഓഫ് ടേൺസ് ആയിരിക്കും നമ്മുടെ അസ്യൂം ചെയ്യുക. ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ഇത് എൻ ആയിരിക്കും വരിക. ഏരിയ എന്ന് പറഞ്ഞിരിക്കുന്നത് കറണ്ടിനോടാണ് നമ്മൾ പ്രൊപ്പോർഷണൽ ആയിട്ടുള്ളത്. നമുക്ക് എല്ലാവർക്കും അറിയാം കറണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്, I ഈസ് ഈക്വൽ ടു V/R എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. ആർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് റോ എൽ ഡിവൈഡഡ് ബൈ എ ആണ്. റോ എന്ന് പറയുന്നത് റെസിസ്റ്റിവിറ്റി ആണ്, എൽ എന്ന് പറഞ്ഞിരിക്കുന്നത് ലെങ്ത് ഓഫ് ദ കണ്ടക്ടറാണ്, എ എന്ന് പറഞ്ഞിരിക്കുന്നത് ഏരിയ ഓഫ് ദ കണ്ടക്ടർ ആണെങ്കിൽ വരാം. അപ്പോൾ നമുക്കിവിടെ അറിയാം I ഈസ് ഈക്വൽ ടു ആറിനെ റീപ്ലേസ് ചെയ്യാണ് റോ എൽ ഡിവൈഡഡ് ബൈ എ. ആ എ എന്ന് പറഞ്ഞിരിക്കുന്നത് മുകളിലോട്ട് വരുന്നു. സോ I ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു ദാറ്റ് ഓഫ് ഏരിയ എന്ന് നമുക്ക് ഇങ്ങനെ കിട്ടും. അതുകൊണ്ടാണ് ഞാനിവിടെ പറഞ്ഞത് വോളിയം ഈസ് ഈക്വൽ ടു ഏരിയൻ്റെ ലെങ്ത് ആണ്. ഏരിയ എന്ന് പറഞ്ഞിരിക്കുന്നത് കറണ്ടിനോട് പ്രൊപ്പോർഷനാണെന്ന് ഞാനിവിടെ പറഞ്ഞത്. ഓക്കെ ഫൈൻ. സോ ഇതിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ സാധിച്ചു? സോ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് N ഇൻറ്റു I, അതായത് കോപ്പർ വെയിറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു വെയിറ്റ് ഓഫ് ദ കോപ്പർ ഈസ് പ്രൊപ്പോർഷണൽ ടു വെയിറ്റ് ഓഫ് ദ കോപ്പർ ഈസ് പ്രൊപ്പോർഷണൽ ടു N ഇൻറ്റു I. ഈ N ഇൻറ്റു I എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ടേൺസ് ഇൻറ്റു കറണ്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് MMF. കേട്ടിട്ടുണ്ടായിരിക്കും MMF, മാഗ്നറ്റോമോട്ടീവ് ഫോഴ്സ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. സോ വെയിറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു ദാറ്റ് ഓഫ് MMF. അപ്പോൾ നമുക്ക് MMF ആണ് കണ്ടുപിടിക്കേണ്ടത്. MMF കണ്ടുപിടിക്കുന്നതോട് കൂടി നമുക്ക് എത്ര വെയിറ്റ് നമുക്ക് രണ്ട് ട്രാൻസ്ഫോമറിലും, അതായത് 2 വൈൻഡിങ് ട്രാൻസ്ഫോമറിലും ഓട്ടോ ട്രാൻസ്ഫോമറിലും എത്ര വെയിറ്റ് ഉണ്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ഫൈനലി നമുക്ക് കണ്ടുപിടിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ MMF ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ MMF കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഇക്വേഷൻസ് നോക്കാം. സോ നമ്മൾ ഇവിടെ കണ്ടുപിടിച്ച ഞാനിപ്പോൾ 2 വൈൻഡിങ് ട്രാൻസ്ഫോമറിൻ്റെ കേസാണ് ഓട്ടോ ട്രാൻസ്ഫോമറിൻ്റെ കേസാണ് ഞാനിപ്പോൾ പറയുന്നത്. കോപ്പർ വെയിറ്റ് ഓൺ ഓട്ടോ ട്രാൻസ്ഫോമർ കേട്ടോ. ഓട്ടോ ട്രാൻസ്ഫോമർ നമ്മൾ കമ്പയർ ചെയ്യുന്നത് 2 വൈൻഡിങ് ട്രാൻസ്ഫോമർ ആയിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. ഓക്കെ, കോപ്പർ വെയിറ്റിംഗ് ഓൺ ഓട്ടോ ട്രാൻസ്ഫോമർ ഡിവൈഡഡ് ബൈ കോപ്പർ വെയിറ്റ് ഓൺ 2 winding transformer. ഓക്കെ, കോപ്പർ വെയിറ്റ് ഓൺ ഓട്ടോ ട്രാൻസ്ഫോമർ ഡിവൈഡഡ് ബൈ കോപ്പർ വെയിറ്റ് ഓൺ 2 winding ട്രാൻസ്ഫോമർ. അപ്പോൾ നമ്മൾ ഈ ഒരു ഫിഗർ ശ്രദ്ധിക്കുക. നമുക്ക് വേണ്ടത് MMF ആണ്. നമുക്ക് രണ്ട് ടേൺസിൽ ഉണ്ടായിരിക്കുന്ന MMF എന്താണെന്ന് അറിയണം. MMF എന്ന് പറയുന്നത് നത്തിങ് ബട്ട് നമുക്ക് കറണ്ട് ഇൻറ്റു നമ്പർ ഓഫ് ടേൺസ് ചെയ്താൽ മതി. അപ്പോൾ ഇവിടുത്തെ നമ്പർ ഓഫ് ടേൺസ് എന്തായിരുന്നു? ഇവിടെ നമ്മൾ ഇന്നലെ വിളിച്ചിട്ടുണ്ടായിരുന്ന പോയിന്റ്സ് എയും ബിയും സിയും. നമ്മൾ എയും ബിയും തമ്മിലുള്ള ഒരു ഇതാണ് നമ്മൾ നോക്കുന്നത്. നമ്പർ ഓഫ് ടേൺസ് പറഞ്ഞു കഴിഞ്ഞാൽ NH മൈനസ് NL ആണ്. അതിൽ കൂടെ പോണ കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ IH ആണ്. ഓക്കെ, നമുക്ക് ടോട്ടൽ MMF ആണ് വേണ്ടത്. നമുക്ക് രണ്ടും, അതായത് പ്രൈമറിയിലും സെക്കൻഡറിയിലും ഉണ്ടാകുന്ന MMF എത്രയാണ് നമുക്കറിയണം. അപ്പോൾ ആദ്യത്തെ എയും ബിയും തമ്മിലുണ്ടായിരിക്കുന്ന അവിടെ ഉണ്ടായിരിക്കുന്ന നമ്പർ ഓഫ് ടേൺസിൽ ഉണ്ടായിരിക്കുന്ന MMF എന്ന് പറഞ്ഞാൽ NH മൈനസ് NL ഇൻറ്റു IH എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ടേമാണ് വരുന്നത്. ഇനി അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിയും സിയും തമ്മിലുണ്ടായിരിക്കുന്ന നമ്പർ ഓഫ് ടേൺസിൽ ഉണ്ടായിരിക്കുന്ന MMF എത്രയാണെന്ന് നോക്കാം. അവിടുത്തെ ടേൺസിന് എണ്ണം എന്ന് പറഞ്ഞാൽ NL ആണ്. കറണ്ടിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞിരിക്കുന്നത് IL മൈനസ് IH ആണ്. അപ്പോൾ നമുക്ക് ടോട്ടൽ MMF ആണ് നമുക്ക് അറിയേണ്ടത്. സോ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് NL ഇൻറ്റു IL മൈനസ് IH എന്നാണ് നമുക്ക് വരിക. അപ്പോൾ ഓട്ടോ ട്രാൻസ്ഫോമറിൽ ഉണ്ടായിരുന്ന കോപ്പർ വെയിറ്റിൻ്റെ ഒരു ഇക്വേഷൻ അല്ലെങ്കിൽ കോപ്പർ വെയിറ്റ് എത്രയാണെന്നാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ നേരത്തെ ഒരു ഡെറിവേഷൻ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. കോപ്പർ വെയിറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് MMFനോട് പ്രൊപ്പോർഷനാണ്. MMF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ട് ഇൻറ്റു നമ്പർ ഓഫ് ടേൺസ് ആണ്. നമ്മൾ രണ്ട് ടേൺസിൽ, അതായത് എയും ബിയും സിയും തമ്മിലുള്ള ടേൺസിലുള്ള MMF ആണ് കണ്ടുപിടിച്ചത്. എയും ബിയും തമ്മിലുള്ള നമ്പർ ഓഫ് ടേൺസ് എന്ന് NH മൈനസ് NL ആണ്. അതിലൂടെ പോകുന്ന കറണ്ട് എന്ന് പറയുന്നത് IH ആണ്. ദാറ്റ് ഈസ് NH മൈനസ് NL ഇൻറ്റു IH ആയിരിക്കും വരിക. ബിയും സിയും തമ്മിലുള്ള, അതായത് സെക്കൻഡറി വൈൻഡിങ് തമ്മിലുള്ള ടേൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ NL ആണ്. കറണ്ട് പോകുന്നത് IL മൈനസ് IH ആണ്. സോ ഇത് ഓട്ടോ ട്രാൻസ്ഫോമറിൻ്റെ കേസിലാണ്. ഇനി നമ്മൾ ഡിവൈഡഡ് ബൈ നമ്മൾ എന്താണ്, ഏതിനാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് സാധാ 2 വൈൻഡിങ് ട്രാൻസ്ഫോമറിലാണ്. അപ്പോൾ 2 വൈൻഡിങ് ട്രാൻസ്ഫോമറിൽ എന്തായിരിക്കും വരിക? ഇവിടെ വന്നിരിക്കുന്ന നമ്പർ ഓഫ് ടേൺസ് എന്തായിരിക്കും വരിക? ഇവിടെ വരുന്ന നമ്പർ ഓഫ് ടേൺസ് എന്നായിരിക്കും NH ആയിരിക്കും വരിക. ഇവിടെ വരുന്ന നമ്പർ ഓഫ് ടേൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ NL ആയിരിക്കും വരിക. അപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് എഴുതാം NH ഇൻറ്റു IH പ്ലസ് ഇവിടെ വന്നിരിക്കുന്നത് NLും IL ആണ്. NL ഇൻറ്റു IL എന്ന് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. ഓക്കെ ഫൈൻ. ഇനി നമുക്ക് ഇതിനെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് എഴുതാം. സോ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. NH IH മൈനസ്
എൻ എൽ ഐ എച്ച്, ഞാൻ ബ്രാക്കറ്റ് ജസ്റ്റ് ഓപ്പൺ ആക്കി എന്നേ ഉള്ളൂ, പ്ലസ് എൻ എൽ ഐ എൽ മൈനസ് എൻ എൽ ഐ എച്ച് ടോട്ടൽ ഡിവൈഡഡ് ബൈ എൻ എച്ച് ഐ എച്ച് പ്ലസ് എൻ എൽ ഐ എൽ. ജസ്റ്റ് ബ്രാക്കറ്റ് ഓപ്പൺ ആക്കിയെന്നേ ഉള്ളൂ. സോ എൻ എച്ച് ഐ എച്ച് മൈനസ് എൻ എൽ ഐ എച്ച് പ്ലസ് എൻ എൽ ഐ എൽ മൈനസ് എൻ എൽ ഐ എച്ച് എന്നാണ് നമുക്കിവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ എൻ എൽ ഐ എച്ച് രണ്ട് 2 ടൈംസ് ഉണ്ട്. നമുക്ക് എഴുതാൻ സാധിക്കും എൻ എച്ച് ഐ എച്ച് പ്ലസ് എൻ എൽ ഐ എൽ മൈനസ് 2 എൻ എൽ ഐ എച്ച് ഡിവൈഡഡ് ബൈ എൻ എച്ച് ഐ എച്ച് പ്ലസ് എൻ എൽ ഐ എൽ എന്ന് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. ഇനി നിങ്ങളെല്ലാവരും പഠിച്ച്, ഇത് ഞാൻ ജസ്റ്റ് റബ് ചെയ്യുന്നുണ്ട്, നമ്മളെല്ലാവരും പഠിച്ചൊരു കാര്യമുണ്ട്. ടേൺസ് റേഷ്യോ എന്താണെന്ന് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ടേൺസ് റേഷ്യോൻ്റെ ഒരു എക്സ്പ്രഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം. എന്താണ് ടേൺസ് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ ടേൺസ് റേഷ്യോ എന്ന് ഓട്ടോ ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, എൻ എൽ ഡിവൈഡഡ് ബൈ എൻ എച്ച് ഈസ് ഈക്വൽ ടു ഐ എച്ച് ഡിവൈഡഡ് ബൈ ഐ എൽ ഈസ് ഈക്വൽ ടു എ നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. ഞാൻ അത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം, വിച്ച് ഈസ് നത്തിങ് ബട്ട് എൻ എൽ ഐ എൽ ഈസ് ഈക്വൽ ടു എൻ എച്ച് ഐ എച്ച്. അതായത് എൻ എച്ച് ഇൻറ്റു ഐ എച്ചും എൻ എൽ ഇൻറ്റു ഐ എൽ എന്ന് പറഞ്ഞിരിക്കുന്നത് ഈക്വൽ ആണെന്ന് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. അപ്പം ഞാൻ ഇവിടുത്തെ ഒരു ടേമിനെ ഞാൻ എന്താ പറയുന്നു, റീപ്ലേസ് ചെയ്യണം. ഞാനൊരു ടേമിനെ എന്തിന് റീപ്ലേസ് ചെയ്യണം, എൻ എച്ച് ഐ എച്ച് ആയിട്ട് ഞാൻ റീപ്ലേസ് ചെയ്യണം. അപ്പോൾ ഇത് എൻ എച്ച് ഐ എച്ച് ഓൾറെഡി ഇവിടെയുണ്ട്. ഞാൻ എൻ എൽ ഐ എല്ലിനെ എൻ എച്ച് ഐ എച്ച് ആയിട്ട് ഞാൻ റീപ്ലേസ് ചെയ്യണം. ഇവിടെയും എൻ എച്ച് ഐ എച്ച് ഉണ്ട്. ഈ എൻ എൽ ഐ എല്ലിനെ ഞാൻ എൻ എച്ച് ഐ എച്ച് ആയിട്ട് റീപ്ലേസ് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, 2 ടൈംസ്. കാരണം ഇവിടെ എൻ എച്ച് ഐ എച്ച് ആയിട്ട് ഞാൻ റീപ്ലേസ് ചെയ്തു. അപ്പോൾ എൻ എച്ച് ഐ എച്ച് ഓൾറെഡി ഇവിടെയുണ്ട്. സോ 2 ടൈംസ് എൻ എച്ച് ഐ എച്ച് മൈനസ് 2 ടൈംസ് എൻ എൽ ഐ എച്ച് ഡിവൈഡഡ് ബൈ, ഡിനോമിനേറ്ററിൽ ഞാൻ അങ്ങനെ ചെയ്തു, 2 ടൈംസ് എൻ എച്ച് ഐ എച്ച് എന്ന് ഞാൻ എഴുതി. ഇനി ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യണം. അതായത് സെപ്പറേറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, വിച്ച് ഈസ് ഈക്വൽ ടു 2 ടൈംസ് എൻ എച്ച് ഐ എച്ച് ഡിവൈഡഡ് ബൈ 2 ടൈംസ് എൻ എച്ച് ഐ എച്ച് മൈനസ് 2 ടൈംസ് എൻ എൽ ഐ എച്ച് ഡിവൈഡഡ് ബൈ 2 ടൈംസ് എൻ എച്ച് ഐ എച്ച് എന്ന് പറഞ്ഞിരിക്കുന്നൊരു ടേം നമുക്ക് കിട്ടി. അപ്പോൾ ഇത് നമുക്ക് കട്ട് ചെയ്ത് കളയാം. ദിസ് ഈസ് നത്തിങ് ബട്ട് 1 ആണെന്ന് നമുക്ക് കിട്ടി. ഇനി ഇവിടെ നമുക്ക് ഈ 2ഉം 2ഉം കട്ട് ചെയ്ത് കളയാം, ഐ എച്ചും കട്ട് ചെയ്ത് കളയാം. നമുക്കറിയാം എൻ എൽ ഡിവൈഡഡ് ബൈ എൻ എച്ച് എന്ന് പറഞ്ഞിരിക്കുന്നത് നത്തിങ് ബട്ട് എ ആണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. സോ ദിറ്റ് ഈസ് നത്തിങ് ബട്ട് 1 മൈനസ് എ എന്ന് നമുക്ക് കിട്ടി. സോ നമുക്ക് എന്താണ് കിട്ടിയത്, കോപ്പർ വെയിറ്റ് ഓൺ ഓട്ടോ ട്രാൻസ്ഫോമർ ഈസ് ഈക്വൽ ടു 1 മൈനസ് എ ടൈംസ് ഓഫ് കോപ്പർ വെയിറ്റ് ഓൺ 2 വൈൻഡിങ് ട്രാൻസ്ഫോമർ നമുക്ക് കിട്ടി. അതായത് 1 മൈനസ് എ ടൈംസ് ഇൻറ്റു കോപ്പർ വെയിറ്റ് ഓഫ് 2 വൈൻഡിങ് ട്രാൻസ്ഫോമർ ചെയ്ത് കഴിഞ്ഞാൽ, കോപ്പർ വെയിറ്റ് ഓഫ് 2 വൈൻഡിങ് ചെയ്ത് കഴിഞ്ഞാൽ, 2 വൈൻഡിങ് ട്രാൻസ്ഫോമർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോപ്പർ വെയിറ്റ് ഓഫ് ഓട്ടോ ട്രാൻസ്ഫോമർ നമുക്ക് കിട്ടും. കോപ്പർ വെയിറ്റ് ഓഫ് ഓട്ടോ ട്രാൻസ്ഫോമർ നമുക്ക് ലഭ്യമാകും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഡെറിവേഷൻ വരാം. ഇനി എത്ര സേവ് ചെയ്ത് നമുക്ക് നോക്കണം അല്ലേ, എത്ര പെർസെൻറ്റേജ് നമുക്ക് ഇതിൽ നിന്ന് സേവ് ചെയ്ത് നമുക്ക് നോക്കണം. സോ അതെങ്ങനെയാണ് നമ്മൾ നോക്കുക, കോപ്പർ സേവിങ് ഈസ് നത്തിങ് ബട്ട്, ഞാനത് റബ് ചെയ്യണം. എത്ര സേവ് ചെയ്ത് നമ്മൾ നോക്കുന്നത് എങ്ങനെയാണ് നോക്കുക, നമുക്ക് ഇത്രയും ആണ് നമുക്ക് മനസ്സിലായി അല്ലേ. കോപ്പർ വെയിറ്റ് ഓഫ് ഓട്ടോ ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞിരിക്കുന്നത് 1 മൈനസ് എ ടൈംസ് ഓഫ് കോപ്പർ വെയിറ്റ് ഓഫ് 2 വൈൻഡിങ് ആണ് നമുക്ക് മനസ്സിലായി അല്ലേ. അപ്പോൾ നമ്മൾ എത്ര പെർസെൻറ്റേജ് കോപ്പർ സേവ് ചെയ്ത് നമ്മൾ നോക്കണം, പെർസെൻറ്റേജ് കോപ്പർ സേവിങ്. ഓക്കെ, പെർസെൻറ്റേജ് കോപ്പർ സേവിങ്, അതിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നത്തിങ് ബട്ട് copper weight of auto transform, sorry, copper weight of 2 winding minus copper weight of auto transformer divided by copper weight of 2 winding. Okay, നമ്മൾ വിത്ത് റെസ്പെക്ട് ടു 2 വൈൻഡിങ് ട്രാൻസ്ഫോമറിനെയാണ് നോക്കുന്നത്, എത്ര കോപ്പർ നമ്മൾ ഓട്ടോ ട്രാൻസ്ഫോമറിൽ സേവ് ചെയ്തു എന്നാണ് നമ്മൾ നോക്കുന്നത്. സോ കോപ്പർ വെയിറ്റ് ഓഫ് 2 വൈൻഡിങ് മൈനസ് കോപ്പർ വെയിറ്റ് ഓഫ് ഓട്ടോ ഡിവൈഡഡ് ബൈ കോപ്പർ വെയിറ്റ് ഓഫ് 2 വൈൻഡിങ് ട്രാൻസ്ഫോമർ ഇൻറ്റു 100 ചെയ്ത് നമുക്ക് പെർസെൻറ്റേജ് ആയിട്ടുള്ള
എത്ര കോപ്പർ നമ്മൾ സേവ് ചെയ്ത് നമുക്ക് കിട്ടും. സോ കോപ്പർ വെയിറ്റ് ഓഫ് 2 വൈൻഡിങ് നമുക്ക് ജസ്റ്റ് അസ്യൂം ചെയ്യാം. കോപ്പർ വെയിറ്റ് ഓഫ് 2 വൈൻഡിങ് അങ്ങനെ തന്നെ എടുക്കാം. ഇനി കോപ്പർ വെയിറ്റ് ഓഫ് ഓട്ടോ എന്ന് പറഞ്ഞാൽ എന്താണ്? 1 - A ടൈംസ് ഓഫ് കോപ്പർ വെയിറ്റ് ഓഫ് 2 വൈൻഡിങ് ട്രാൻസ്ഫോമർ ആണ്. അപ്പോൾ ഞാൻ കോപ്പർ വെയിറ്റ് ഓഫ് 2 വൈൻഡിങ് ട്രാൻസ്ഫോമർ അങ്ങനെ തന്നെ എഴുതി. സോ കോപ്പർ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് എഴുതുന്നില്ല. കോപ്പർ വെയിറ്റ് ഓഫ് 2 വൈൻഡിങ് മൈനസ് കോപ്പർ വെയിറ്റ് ഓഫ് ഓട്ടോനെ നമുക്ക് റീപ്ലേസ് ചെയ്യാം. 1 - A ടൈംസ് ഓഫ് കോപ്പർ വെയിറ്റ് ഓഫ് 2 വൈൻഡിങ് എഴുതാം. സോ ഇറ്റ് ഈസ് 1 - A ടൈംസ് ഓഫ് കോപ്പർ വെയിറ്റ് ഓഫ് 2 വൈൻഡിങ് divided by copper weight of 2 winding. Okay, so copper weight of 2 winding എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ടേംസ് ഇതിൽ കോമൺ ആണ്. നമുക്കതിനെ കട്ട് ചെയ്ത് കളയാം. കോമൺ ആയിട്ട് എടുത്ത് കട്ട് ചെയ്ത് കളയാം. സോ റിമൈനിങ് ബാക്കി ഉണ്ടാകുന്നത് 1 - A ഡിവൈഡഡ് ബൈ 1 × 100 എന്ന് പറഞ്ഞു. സോ ദിസ് ഈസ് നത്തിങ് ബട്ട് ഇവിടെ ബ്രാക്കറ്റ് ഉണ്ടാക്കുമ്പോൾ 1 - 1 + A × 100 ആണ് നമുക്ക് വരിക. 1 ഉം 0 ആണ് വരിക. സോ A × 100. സോ നമ്പർ ഓഫ് ടേൺസ് ഇൻറ്റു 100 ചെയ്ത് കഴിഞ്ഞാൽ പെർസെൻറ്റേജ് കോപ്പർ സേവിങ് നമുക്ക് കിട്ടുന്നതായിരിക്കും. സോ ഇങ്ങനെയാണ് നമുക്ക് എത്ര കോപ്പർ വെയിറ്റ് നമ്മൾ സേവ് ചെയ്തു, ഒരു ഓട്ടോ ട്രാൻസ്ഫോമറിൽ എത്ര കോപ്പർ വെയിറ്റ് സേവ് ചെയ്തു എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഇക്വേഷൻ ഡെറൈവ് ചെയ്തു. ഓക്കെ ഫൈൻ. സോ ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഇതെന്ന് പറയുന്നത്. സോ ഇങ്ങനെയാണ് നമ്മൾ എത്ര കോപ്പർ വെയിറ്റ് സേവ് ചെയ്തു നമ്മൾ നോക്കുക. ഓക്കെ ഫൈൻ. സോ ഇനി നമുക്ക് ഇതിലുള്ള കുറച്ച് പ്രോബ്ലംസ് എന്താണെന്ന് നമുക്ക് ജസ്റ്റ് നോക്കാം. എങ്ങനെയാണ് ഇതിൻ്റെ പ്രോബ്ലംസ് ഒക്കെ വന്നേ നോക്കാം. നമുക്ക് ഇത്രയും ഒരു ഐഡിയ മതി ഓട്ടോ ട്രാൻസ്ഫോമറിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്താ പറയുക പ്രാക്ടിക്കലായിട്ട് പ്രോബ്ലംസ് ചെയ്യാനായിട്ട് ഇത്തരത്തിലൊരു ഐഡിയ മതി. തിയററ്റിക്കലായിട്ട് കുറച്ചുകൂടി ക്വസ്റ്റ്യൻസ് വരികയാണെങ്കിൽ അതിന് കുറച്ചുകൂടി നിങ്ങൾ റെഫർ ചെയ്യുക. ടെക്സ്റ്റ് ബുക്സ് കുറച്ചുകൂടി റെഫർ ചെയ്യേണ്ടി വരും. പ്രാക്ടിക്കലായിട്ട് നിങ്ങൾക്ക് വരുന്ന ഗേറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ സോൾവ് ചെയ്യാനാണെങ്കിലും അതുപോലെ SSCക്കുള്ള ചോദ്യങ്ങളൊക്കെ ക്വസ്റ്റ്യൻസ് ഒക്കെ സോൾവ് ചെയ്യാനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഐഡിയ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മതിയാവും തോന്നും. ഓക്കെ ഫൈൻ. ഇനി ഞാൻ കുറച്ച് പ്രോബ്ലംസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇതിലൊരു പ്രോബ്ലം കൊടുത്തിട്ടുണ്ട്. ഗേറ്റ് 2009 വന്നിരിക്കുന്ന ഒരു പ്രോബ്ലമാണ്. അപ്പോൾ ഗേറ്റ് 2000 അതിനൊപ്പം നമുക്ക് ഗേറ്റ് 2015 വന്നിരിക്കുന്ന ഒരു പ്രോബ്ലം ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 79. ഓക്കെ, ഗേറ്റ് 2015 വന്നിരിക്കുന്ന ഒരു പ്രോബ്ലമാണ്. ഞാൻ ജസ്റ്റ് പ്രോബ്ലം ഇവിടെ എഴുതാം. A 200 bar 400 volt 50 Hz 2 winding transformer is rated at a 20 kVA. സോ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് ഒരു 200 ബാർ. ഞാൻ ക്വസ്റ്റ്യൻ ചെയ്താം. A 200 ബാർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഞാൻ കേട്ടോ. A 200 ബാർ 400 വോൾട്ട് 50 Hz ആണ് തന്നിട്ടുണ്ട്. 50 Hz ആണ് തന്നിട്ടുണ്ട്. 2 winding transformer is rated. 2 winding transformer ആണ് പറഞ്ഞിട്ടുണ്ട്. 2 winding transformer is rated at 20 kVA. 20 kVA ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, ഇറ്റ്സ് വൈൻഡിങ്സ് ആർ കണക്റ്റഡ് ആസ് എൻ ഓട്ടോ ട്രാൻസ്ഫോമർ റേറ്റിംഗ് 200 ബാർ 600 വോൾട്ട്. 200 ബാർ 600 വോൾട്ട് auto transformer. Okay, a resistive load of 12 ohm is connected to the high voltage side of a auto transformer. 12 ohm connected to 600 volt. The value of equivalent load resistance seen from low voltage side, LV side. Okay, so question ഞാനൊന്ന് വായിക്കാം. A 200 bar 400 volt 50 Hz 2 winding transformer rated 20 kVA. 20 kVA rated la 2 winding transformer is converted to a 200 bar 600 volt auto transformer ആയിട്ട് കൺവേർട്ട് ചെയ്തു. അതിൻ്റെ സെക്കൻഡറി സൈഡിൽ എ റെസിസ്റ്റീവ് ലോഡ് ഈസ് കണക്റ്റഡ് ടു ദ ഹൈ വോൾട്ടേജ് സൈഡ്. 600 വോൾട്ട് സൈഡിൽ ഒരു റെസിസ്റ്റീവ് ലോഡ് നമ്മൾ കണക്ട് ചെയ്തു. ദ വാല്യൂ ഓഫ് ഇക്വലൻറ്റ് ലോഡ് റെസിസ്റ്റൻസ് സീൻ ഫ്രം LV സൈഡ്. LV സൈഡിൽ നമ്മൾ കാണുന്ന ഇക്വലൻറ്റ് റെസിസ്റ്റൻസ് എന്താണെന്നാണ് ചോദ്യം. അതായത് 200 ബാർ 400 വോൾട്ട് 50 Hz 20 kVA 2 വൈൻഡിങ് ട്രാൻസ്ഫോമർ 200 ബാർ 600 വോൾട്ട് ഓട്ടോ ട്രാൻസ്ഫോമറായിട്ട് കൺവേർട്ട് ചെയ്തു. അതിനുശേഷം ആ 600 വോൾട്ടിൻ്റെ അക്രോസ് അവർ ഒരു 12 ഓം റെസിസ്റ്റൻസ് കണക്ട് ചെയ്ത് ഒരു ലോഡ് കണക്ട് ചെയ്തു. ഇനി നമ്മൾ ഒരു LV സൈഡിൽ നിന്ന്, അതായത് 200 സൈഡിൽ നിന്ന് നോക്കുമ്പോൾ എത്രയാണ് അതിൻ്റെ ഇക്വലൻറ്റ് റെസിസ്റ്റൻസ് വരുന്നു എന്നാണ് ഇതിൻ്റെ ചോദ്യം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമുക്ക് വരയ്ക്കാം. അതിനുശേഷം നമുക്ക് എങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. ഓക്കെ ഫൈൻ. സോ നമുക്കറിയാം 2 വൈൻഡിങ്സ് ഉണ്ട്, 2 വോൾട്ടേജ് ഉണ്ട്. ഇത് ഞാൻ LV സൈഡായിട്ട് അസ്യൂം ചെയ്തു ഓട്ടോ ട്രാൻസ്ഫോമറിൻ്റെ. ഇവിടെ ഞാനൊരു 200 വോൾട്ടാണ് കൊടുത്തതെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ ഒരു
ഇതാണ് 200 വോൾട്ട്, ഇതാണ് 400 വോൾട്ട്. ഇത് അഡിറ്റീവ് പൊളാരിറ്റിയാണ് വരുന്നത്. ഇതിന് എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു? 200/400 എന്ന് പറഞ്ഞിരിക്കുന്ന വോൾട്ടേജ് റേഷ്യോയിൽ നിന്നും 200/600 വോൾട്ടിലേക്ക് എത്തി. അതിൻ്റെ അർത്ഥം നമ്മുടെ വോൾട്ടേജ് ആഡ് ചെയ്യാണ് ഉണ്ടായിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു അഡിറ്റീവ് പൊളാരിറ്റിയാണ് വരുന്നതാണ് അർത്ഥം. അതായത് ഇവിടെ ഒരു ഡോട്ട് ഉണ്ടായിരിക്കും, ഇവിടെയും ഒരു ഡോട്ട് ഉണ്ടായിരിക്കും. അപ്പോൾ ഇത് രണ്ടും കൂടി ആഡ് ആവും. ഇവിടെ ആയിരിക്കും പ്ലസ് വരിക, ഇവിടെ ആയിരിക്കും മൈനസ് വരിക, ഇവിടെ ആയിരിക്കും പ്ലസ് വരിക, ഇവിടെ ആയിരിക്കും മൈനസ് വരിക. സോ ഇവിടെ 400 വോൾട്ടാണ് വന്നത്, 200 വോൾട്ട് വന്നു. ടോട്ടലി നമുക്കിവിടെ ഒരു 600 വോൾട്ട് കിട്ടി. ഇനി ഇവിടെ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ നമുക്ക് 12 ഓമിൻ്റെ ഒരു ലോഡ് കണക്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. 12 ഓം. ഓക്കെ, 12 ഓമിൻ്റെ ലോഡ് കണക്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇന്നലെ ചെയ്ത പ്രോബ്ലംസ് എല്ലാം നിങ്ങൾ നോക്കി, അല്ലെങ്കിൽ ഇന്നലെ ചെയ്തൊരു കൺവേർഷൻ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായിരുന്നുണ്ടായിരിക്കും. അവിടെ ഞാൻ ജസ്റ്റ് 2 വൈൻഡിങ് ട്രാൻസ്ഫോമർ എടുത്തു, അതിൻ്റെ KV റേറ്റിംഗ് എടുത്തു, കറണ്ട് കണ്ടുപിടിച്ചു. കറണ്ട് കണ്ടുപിടിച്ചതിന് ശേഷം ഡിഫറൻ്റ് ആയിട്ടുള്ള ഓരോ പൊളാരിറ്റി നമ്മൾ ട്രൈ ചെയ്തു. അഡിറ്റീവ് പൊളാരിറ്റിയിൽ സോഴ്സിൻ്റെ വോൾട്ടേജ് മാറ്റി, അതായത് ആദ്യം 2500 വോൾട്ടാണ് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത്, പിന്നെ അത് 250 വോൾട്ടായിട്ട് അപ്ലൈ ചെയ്തു. അപ്പോൾ ഓരോ സമയത്തും കറണ്ട് വ്യത്യാസം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് കണ്ടുപിടിച്ചത്. നമ്മൾ ജസ്റ്റ് KV റേറ്റിംഗ് വെച്ചിട്ടാണ് കണ്ടുപിടിച്ചത്. പക്ഷേ ഇവിടെ നമുക്ക് അത് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു ലോഡ് ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ലോഡ് ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള കറണ്ട് നമുക്ക് ഈ ഒരു ഓട്ടോ ട്രാൻസ്ഫോമറിൽ ഫ്ലോ ഉണ്ടാവുള്ളൂ. അത് എത്രയാണെന്ന് നമുക്ക് ജസ്റ്റ് നോക്കാം. ഓക്കെ ഫൈൻ. ഇത് ഡിഫറെൻറ്റ് മെത്തേഡ്സ് വെച്ച് നമുക്ക് കണ്ടുപിടിക്കാവുന്നതാണ്. നമുക്ക് ഏത് മെത്തേഡ് വേണമെങ്കിലും നമുക്ക് കണ്ടുപിടിക്കാം. നമുക്ക് ആദ്യം ഒരു മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഇവിടുത്തെ വോൾട്ടേജ് നമുക്കറിയാം. നമുക്ക് ഇവിടെ നിന്നും, അതായത് ഈ സപ്ലൈ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ എത്ര റെസിസ്റ്റൻസ് ആണ് കാണുന്നത് എന്നാണ് നമുക്ക് അറിയേണ്ടത്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ വോൾട്ടേജ് അറിയാം. ഇനി ഇവിടുത്തെ കറണ്ട് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം വോൾട്ടേജ് ഡിവൈഡ് ബൈ കറണ്ട് ചെയ്ത് നമുക്ക് റെസിസ്റ്റൻസ് കിട്ടുന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇവിടുത്തെ കറണ്ട് എത്രയാണ് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ ആ കറണ്ട് കണ്ടുപിടിച്ചാൽ നമുക്ക് അവിടുത്തെ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഇനി അടുത്തൊരു പക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ഫൈൻ. അപ്പോൾ നമുക്ക് അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കൊരു കാര്യം ചെയ്യാം. പവർ ബാലൻസ് ഇക്വേഷൻ നമുക്ക് ട്രൈ ചെയ്യാം അല്ലേ. പവർ ബാലൻസ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സപ്ലൈയിൽ എത്ര പവർ ഉണ്ടോ അതേ പവർ തന്നെയായിരിക്കും ലോഡിലുണ്ടാവുക. അപ്പോൾ നമുക്ക് ഇവിടുത്തെ സപ്ലൈയിലെ വോൾട്ടേജ് നമുക്കറിയാം, ഇവിടുത്തെ കറണ്ട് അറിയില്ല. പക്ഷെ നമുക്ക് ലോഡിലെ കറണ്ടും വോൾട്ടേജും നമുക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പവർ ബാലൻസ് ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് ഇവിടുത്തെ കറണ്ട് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. സോ നമുക്കത് എങ്ങനെയാണെന്ന് വെച്ച് നോക്കാം. ഇവിടെ നമുക്കറിയാം 600 വോൾട്ടാണ് ഈ 12 ഓമിൻ്റെ അക്രോസ് ഉള്ളത് നമുക്കറിയാം. അപ്പോൾ നമുക്ക് കറണ്ട് കണ്ടുപിടിക്കാമല്ലോ. സോ നമുക്ക് കറണ്ട് എന്താണ്? കറണ്ട് I ഈസ് ഈക്വൽ ടു നത്തിങ് ബട്ട് V ഡിവൈഡഡ് ബൈ R ആണ് നമുക്ക് എല്ലാവർക്കും അറിയാം. സോ നമുക്കിവിടെ V എത്രയാണ്? 600 വോൾട്ടാണ് ഡിവൈഡഡ് ബൈ 12 ഓം ആണ് വരിക. 12 60 5 ടൈംസ് വിച്ച് ഇസ് നത്തിങ് ബട്ട് 50 ആംപിയർ. അപ്പോൾ 50 ആംപിയർ ആണ് ഈ ലോഡിൽ കൂടെ പോകുന്ന കറണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കി. ഓക്കെ, 50 ആംപിയർ ആണ് ആ ലോഡിൽ കൂടെ പോകുന്ന കറണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്കൻഡറി സൈഡിലുണ്ടായിരിക്കുന്ന പവർ എത്രയായിരിക്കും? പവർ എന്താണ്? പവർ എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് ഇൻറ്റു കറണ്ട് ആയിരിക്കും വരിക. ഇറ്റ് ഈസ് സംതിങ് ബട്ട് 600 വോൾട്ട് ഇൻറ്റു 50 ആംപിയർ. സോ 6 × 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30 ആയിരിക്കും വരിക. 30 kV. അപ്പോൾ 30 × 1 2 3 ഇതായിരിക്കും പവർ വരുന്നത്, സെക്കൻഡറി സൈഡിലെ പവർ വരുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം സെക്കൻഡറി സൈഡിൽ ഇത്രയും പവർ ഉണ്ടെങ്കിൽ അതേ സെയിം പവർ തന്നെ ആയിരിക്കും പ്രൈമറി സൈഡിൽ ഉണ്ടായിരിക്കുക. അപ്പോൾ നമുക്ക് പ്രൈമറി സൈഡിൽ പവർ കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് നത്തിങ് ഞാൻ ഇവിടെ എഴുതുന്നു. 200 വോൾട്ട് ഇൻറ്റു I1 ഈസ് ഈക്വൽ ടു 30 × 1000. ഓക്കെ, so I1 is nothing but 30 × 1000 divided by 200. Okay, so 200,000 എത്ര ടൈംസ് പോവും? 5 ടൈംസ് പോവും. സോ 30 × 5 is equal to 150. സോ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു 150 ആംപിയർ ആണ് പ്രൈമറി സൈഡിൽ കൂടെ പോകുന്ന കറണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. സോ നമുക്ക് ഇനി കറണ്ടും കിട്ടി, വോൾട്ടേജ് പറയുന്നത് വെച്ചാൽ റെസിസ്റ്റൻസ് എന്തായിരിക്കും? R ഈസ് ഈക്വൽ ടു നത്തിങ് ബട്ട് V ഡിവൈഡഡ് ബൈ I. സോ നമുക്കറിയാം 200 ഡിവൈഡഡ് ബൈ 150 ചെയ്യുക. സോ 20 ഡിവൈഡഡ് ബൈ 15. 20ലും 15ലും കോമൺ ആയിട്ട് പോകുന്നത് 5 ആണ്. 5 ഈസ് നത്തിങ് ബട്ട് 4 ഡിവൈഡഡ് ബൈ 3 ആണ് വരിക. 4/3 ഈസ് നത്തിങ് ബട്ട് 1.33 Ohm. സോ ഇത് 2015 ഗേറ്റിന് ചോദിച്ചിരിക്കുന്ന ഒരു പ്രോബ്ലം ആണ്. സിമ്പിൾ ആയിട്ടുള്ളൊരു പ്രോബ്ലം ആണ്. ഒരു 200/400 വോൾട്ട് 50 ഹെർട്സ് 20 kVA 2 വൈൻഡിങ് ട്രാൻസ്ഫോമറെ നമ്മൾ 200/600 വോൾട്ട് ഓട്ടോ ട്രാൻസ്ഫോമറായി കൺവേർട്ട് ചെയ്തു. അതിനുശേഷം 600 വോൾട്ട് സൈഡിൽ നമ്മളൊരു 12 ഓം റെസിസ്റ്റൻസ്
കണക്ട് ചെയ്തു. അതിനുശേഷം നമുക്ക് എൽ വി സൈഡിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന റെസിസ്റ്റൻസ് എത്രയാണെന്നാണ് ചോദ്യം വന്നിട്ടുണ്ടായത്. അപ്പോൾ ചോദ്യം ഇതായിരുന്നു. ഇത്ര സിമ്പിളായിട്ടുള്ളൊരു ചോദ്യമാണ്. നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്ന ഓപ്ഷൻ എന്ന് പറഞ്ഞിരിക്കുന്ന പവർ ബാലൻസ് ഇക്വേഷനാണ്. ഇൻപുട്ട് സൈഡിൽ എത്ര പവർ ഉണ്ടോ അത്രയും പവർ ആയിരിക്കും ഔട്ട്പുട്ട് സൈഡിലുണ്ടായിരിക്കുക. ആ പവർ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ആദ്യം ഇവിടുത്തെ കറണ്ട് അറിയണമായിരുന്നു. കറണ്ട് കണ്ടുപിടിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ വോൾട്ടേജ് ഉണ്ടായിരുന്നു, ലോഡ് എത്രയാണ് നമുക്കറിയായിരുന്നു. 600 ഡിവൈഡഡ് ബൈ 12 ചെയ്തപ്പോൾ നമുക്ക് 50 ആംപിയർ എന്ന് പറഞ്ഞിരിക്കുന്ന കറണ്ട് കിട്ടി. 50 ആംപിയർ ഇൻറ്റു 600 വോൾട്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് 30,000 എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു പവർ നമുക്ക് കിട്ടി. അത് നമ്മൾ ഇൻപുട്ട് സൈഡിൽ ഇക്വേറ്റ് ചെയ്തു. ഇൻപുട്ട് സൈഡിൽ 200 ഇൻറ്റു I1 ആയിട്ട് അത് ഇക്വേറ്റ് ചെയ്തപ്പോൾ നമുക്ക് 150 ആംപിയർ ആണ് ഇൻപുട്ടിൽ ഉണ്ടായിരിക്കുന്ന കറണ്ട് നമുക്ക് മനസ്സിലായി. അപ്പോൾ കറണ്ടും വോൾട്ടേജും അറിയാമെങ്കിൽ നമുക്ക് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചു. ഇറ്റ് ഈസ് നത്തിങ് ബട്ട് 1.33 ഓം ആണ് നമുക്കിവിടെ വരിക. അപ്പോൾ 150 ആംപിയർ ആണ് ഇവിടെ പോകുന്നത്. 50 ആംപിയർ ഇവിടെ ആയിരിക്കും പോവുക. ബാക്കി റിമൈനിങ് ആയിട്ടുള്ള 100 ആംപിയർ നമുക്ക് ഇവിടെ ആയിരിക്കും വരിക. സോ ഇങ്ങനെയാണ് നമുക്ക് ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ടുള്ള ഒരു വഴി. അടുത്ത വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്താ പറയുക, റെസിസ്റ്റൻസിനെ ഇൻപുട്ട് സൈഡിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സ് നിങ്ങളെല്ലാവരും പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? എങ്ങനെയാണ് റെസിസ്റ്റൻസിനെ കൺവേർട്ട് ചെയ്യുക? ടേൺസ് റേഷ്യോ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യട്ടെ, അല്ല ടേൺസ് റേഷ്യോൻ്റെ സ്ക്വയർ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, അങ്ങനത്തെ ഒരു പ്രോസസ്സ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെയും അത് ചെയ്യാനായിട്ട് സാധ്യമാകുന്നതാണ്. എങ്ങനെയാണ് സാധ്യമാകുന്നത്? ഇവിടെ നമുക്ക് നോക്കാം. ടേൺസ് റേഷ്യോ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ് വരിക? ടേൺസ് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ഈസ് നത്തിങ് ബട്ട്, ഞാൻ സെക്കൻഡ് മെത്തേഡാണ് പറഞ്ഞത്. ടേൺസ് റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് പറഞ്ഞാൽ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് VL ഡിവൈഡഡ് ബൈ VH എന്നാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇവിടുത്തെ VL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 200 വോൾട്ടാണ് വന്നത്. സോ 200 വോൾട്ട്. ഈ ഇവിടുത്തെ HV സൈഡിലെ വോൾട്ടേജ് പറഞ്ഞാൽ 600 വോൾട്ടാണ് വന്നത്. 600 വോൾട്ട്. ഇറ്റ് ഈസ് നത്തിങ് ബട്ട് 1/3 ആണ് നമുക്ക് വരിക. ടേൺസ് റേഷ്യോ 1/3 ആണ് നമുക്ക് വരിക. ഇനി നമ്മുടെ ഈ റെസിസ്റ്റൻസ് കണക്ട് ചെയ്തിരിക്കുന്നത് HV സൈഡിലാണ്, 600 വോൾട്ട് സൈഡിലാണ്. അതിൽ നിന്ന് നമുക്ക് LV സൈഡിലേക്കാണ് നമുക്ക് ഈ റെസിസ്റ്റൻസിനെ കൺവേർട്ട് ചെയ്യേണ്ടത്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു ട്രാൻസ്ഫോമറിൻ്റെ കേസിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ HV സൈഡിൽ LV സൈഡുണ്ട്. HV സൈഡിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ വോൾട്ടേജ് കൂടുതലായിരിക്കും, കറണ്ട് കുറവായിരിക്കും. അപ്പോൾ വോൾട്ടേജ് കൂടുതലായിരിക്കും, കറണ്ട് കുറവായിരിക്കും. അപ്പോൾ റെസിസ്റ്റൻസ് എന്തായിരിക്കും? റെസിസ്റ്റൻസും കറണ്ട് കുറവാണെന്ന് വെച്ചപ്പോൾ റെസിസ്റ്റൻസ് കൂടുതലായിരിക്കും. ഓക്കെ. LV സൈഡിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വോൾട്ടേജ് കുറവായിരിക്കും, കറണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നത് കൂടുതലായിരിക്കും. കറണ്ട് കൂടുതലായിരിക്കും, എന്തായിരിക്കും? റെസിസ്റ്റൻസ് കുറവായിരിക്കും അല്ലേ? ഇങ്ങനെയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് സാധാ ഒരു ട്രാൻസ്ഫോമറിൽ. ആ കേസ് തന്നെ നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്കിവിടെ HV സൈഡിൽ നിന്നും LV സൈഡിലേക്ക് കൺവേർട്ട് ചെയ്യണം. അതിനനുസരിച്ച് വെച്ചാൽ ഹൈ വോൾട്ടേജിൽ നിന്നും ലോ വോൾട്ടേജിലേക്ക് കൺവേർട്ട് ചെയ്യണം. അതായത് ഹൈ റെസിസ്റ്റൻസിൽ നിന്നും ലോ റെസിസ്റ്റൻസിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഇപ്പോൾ ലോ റെസിസ്റ്റൻസിലേക്ക് കൺവേർട്ട് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ എന്ത് ചെയ്യും? ടേൺസ് റേഷ്യോൻ്റെ സ്ക്വയർ ആയിട്ടാണ് നമ്മൾ എപ്പോഴും മൾട്ടിപ്ലൈ ചെയ്യുകയോ ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഇവിടെ നമുക്കറിയാം 12 ഓം ആണെന്ന് അറിയാം. നമുക്ക് ഇതിൻ്റെ വാല്യൂ നമുക്ക് കുറയ്ക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മൾട്ടിപ്ലൈ ചെയ്യാണ് വേണ്ടത്. കാരണം ഇത് 1/3 ആണ് നമുക്ക് കിട്ടിയത്. സോ ഇറ്റ് ഈസ് മൾട്ടിപ്ലൈഡ് ബൈ 1/3 ഹോൾ സ്ക്വയർ. A സ്ക്വയർ ചെയ്താൽ മതി. സോ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് 12 ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ 9. സോ 12/9 ഇറ്റ് ഈസ് നത്തിങ് ബട്ട്, ഇതിൽ കോമൺ ആയിട്ട് പോകുന്നത് ഏതാണ്? 3 ആണ് പോവുക. 3 ഈസ് നത്തിങ് ബട്ട് 4 ഡിവൈഡഡ് ബൈ 3 ടു 1.33 ഓം. സോ ഇതാണ് രണ്ടാമത്തെ ഒരു മെത്തേഡ്, സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡ്. നിങ്ങൾക്ക് മിക്ക സൊല്യൂഷനും കാണാൻ കിട്ടുന്നൊരു മെത്തേഡ് ഇതായിരിക്കും. പവർ ബാലൻസ് ഉപയോഗിച്ചിട്ട് സോൾവ് ചെയ്യുന്ന ആൾക്കാർ വളരെ കുറവായിരിക്കും. സോ ഇങ്ങനത്തെ ഒരു 2 ഓപ്ഷൻസ് ഇതിനുണ്ട്. സോ അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. ഇത് ഗേറ്റ് 2014 വന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. എ 1 phase 50 kVA 1000 bar 100 volt 2-winding transformer is connected as an auto transformer. Find the new KVA rating. അപ്പോൾ നമുക്കറിയാം, നമുക്ക് തന്നിരിക്കുന്ന ഒരു 50 kVAയുടെ 1000 bar 100 വോൾട്ടിൻ്റെ ഒരു 2-winding ട്രാൻസ്ഫോമർ നമ്മൾ ഓട്ടോ ട്രാൻസ്ഫോമറായിട്ട് കൺവേർട്ട് ചെയ്തു. അതിൻ്റെ കണക്ഷൻസ് ആണ് ഇവിടെ ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുള്ളത്. ഈ ഓട്ടോ ട്രാൻസ്ഫോമറിൻ്റെ പുതിയ KVA റേറ്റിംഗ് എത്രയാണെന്നാണ് ചോദ്യം. വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഭയങ്കരമായിട്ടുള്ള സിമ്പിളായിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. ഗേറ്റ് 2014 വന്നൊരു ക്വസ്റ്റ്യൻ ആണ്. നമുക്കിവിടെ കണക്ഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ടാവും അല്ലേ? ഡോട്ട് പൊളാരിറ്റി, ഇൻക്ലൂഡിങ് ഡോട്ട് പൊളാരിറ്റി ആണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ 2 ഡോട്ട് പൊളാരിറ്റി നമുക്ക് ആദ്യം തന്നെ മനസ്സിലാക്കേണ്ട കേസ് എന്ന് പറഞ്ഞാൽ ഇതൊരു അഡിറ്റീവ് പൊളാരിറ്റിയാണ് വന്നിരിക്കുന്നത്. 1000 വോൾട്ടും 100 വോൾട്ടും കൊടുത്തു നമുക്ക് 1100 വോൾട്ടാണ് നമുക്ക് കിട്ടിയത്.
അപ്പോൾ നമുക്കിനി കറണ്ടിൻ്റെ കേസും കൂടെ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ കെ വി റേറ്റിംഗ് എത്രയാണെന്ന് സിമ്പിളായിട്ട് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ കറണ്ടിൻ്റെ റേറ്റിംഗ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ആ കൂടി അറിയാവുന്ന ഒരു കേസുണ്ട്. 50 kVA എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ടേം തന്നിട്ടുണ്ട് അല്ലേ. ആ 50 kVA നിന്നും നമ്മൾ കറണ്ട് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? നമുക്ക് എല്ലാവർക്കും അറിയാം 50 kVA 50 × 1000. 50 kVA എന്ന് പറയുമ്പോൾ 50 × 1000 എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് പ്രൈമറി സൈഡിൽ 1000 വോൾട്ടും സെക്കൻഡറി സൈഡിൽ 100 വോൾട്ടാണെന്ന് അറിയാം. അപ്പോൾ നമുക്ക് കറണ്ട് കണ്ടുപിടിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വോൾട്ടേജ് ഇൻറ്റു കറണ്ടാണ് പവർ വരിക. അപ്പോൾ വോൾട്ടേജ് എന്ന് പറഞ്ഞിരിക്കുന്നത് 1000 × I1 എന്ന് ഞാൻ പറയാം. സോ ഈ 1000 വെട്ടിപ്പോയി. സോ I1 ഈസ് നത്തിങ് ബട്ട് 50 ആംപിയർ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കിത് വരച്ച് ചെയ്യണമെന്ന് വെച്ചാൽ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. 50 ആംപിയർ കറണ്ട് ആയിരിക്കും നമുക്ക് ഇതിലൂടെ പോവുക. I1 പോകുന്ന കറണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നത് 50 ആംപിയർ ആയിരിക്കും. ജസ്റ്റ് ഞാനൊരു സാധാരണ ട്രാൻസ്ഫോമർ വരയ്ക്കാം, 2 winding ട്രാൻസ്ഫോമർ വരയ്ക്കാം. അതിൽ നിന്ന് കുറച്ചുകൂടി ക്ലിയർ ആയിരിക്കും. അപ്പോൾ ഇതാണ് പ്രൈമറി സൈഡ് വരിക, ഇതാണ് സെക്കൻഡറി സൈഡ് വരിക, ഇവിടെയാണ് 1000 വോൾട്ട് വരിക, ഇവിടെയാണ് 100 വോൾട്ട് വരിക. ഇത് ഞാൻ ഈ ക്വസ്റ്റ്യൻ എന്ന് മനസ്സിലാക്കിയ കാര്യമാണ്. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്ന കറണ്ട് എന്ന് പറഞ്ഞാൽ 50 ആംപിയർ ആയിരിക്കും. അപ്പോൾ ഇത് എ, ഇത് ബി, ഇത് സി, ഇത് ഡി എന്ന് ഞാൻ ഡിനോമിനേറ്റ് ചെയ്തു. അപ്പോൾ ഇവിടെ ഇതായിരിക്കും എ വരിക, ഇവിടെ ഇതായിരിക്കും ബി വരിക. എയിൽ നിന്ന് ബിയിലേക്ക് പോകുന്ന കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50 ആംപിയർ ആയിരിക്കും വരിക, 50 ആംപിയർ. ഓക്കെ, ഇനി നമ്മൾ ഇതായിരിക്കും സി വരിക, ഇതായിരിക്കും ഡി വരിക. ഡിയിൽ നിന്നും സിയിലേക്ക് പോകുന്ന കറണ്ട് എത്രയാണ് നമ്മൾ കണ്ടുപിടിക്കണം. സോ അത് കണ്ടുപിടിക്കുക എങ്ങനെയാണ്? സെയിം പ്രൊസീജിയറാണ്. 50 × 1000 ഈസ് ഈക്വൽ ടു 100 × I2 ആയിരിക്കും വരിക. സോ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് I2 ഈസ് ഈക്വൽ ടു 500 ആംപിയർ ആയിരിക്കും നമുക്ക് വരിക. അപ്പോൾ നമുക്ക് ഡിയിൽ നിന്നും സിയിലേക്ക് പോകുന്ന കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 500 ആംപിയർ ആയിരിക്കും വരിക. അപ്പോൾ നമുക്കറിയാം 500 ആംപിയർ ആണ് ഡിയിൽ നിന്നും സിയിലേക്ക് പോകുന്നത്. ജസ്റ്റ് ഞാൻ പവറിൻ്റെ ഇക്വേഷൻസ് മാത്രം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. വോൾട്ടേജിൻ്റെ കറണ്ട് എന്ന് പറഞ്ഞിരിക്കുന്ന പവർ എന്ന് പറഞ്ഞ ഇക്വേഷൻ മാത്രമാണ് ഇവിടെ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പ്രീവിയസ് ക്വസ്റ്റിനും ഈ ക്വസ്റ്റിനും തമ്മിലൊരു വ്യത്യാസമുണ്ട്. പ്രീവിയസ് ക്വസ്റ്റ്യൻ നമുക്ക് KVA റേറ്റിൽ നിന്ന് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കില്ല, കാരണം അവിടെ ഒരു ലോഡ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ലോഡ് കണക്ട് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് നമ്മൾ ഡയറക്റ്റ് KVA റേറ്റിൽ നിന്നും കറണ്ട് കണ്ടുപിടിച്ചത്. ഓക്കെ, ഫൈൻ. സോ നമുക്കിവിടെ രണ്ട് മെത്തേഡ് ഉണ്ട്. ഏതെങ്കിലും ഒരു സൈഡിൽ നമുക്ക് എന്താ പറയുക, പവറിൻ്റെ ഇക്വേഷൻസ് യൂസ് ചെയ്താൽ മതി. ഒന്നില്ലെങ്കിൽ 1100 × 500 ആംപിയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് KVA റേറ്റിംഗ് കിട്ടും. അല്ലെങ്കിൽ ഇൻപുട്ട് സൈഡിൽ നിങ്ങൾക്ക് നോക്കാം. അതായത് ഇവിടെ പോകുന്ന കറണ്ട് എത്രയാണ് നോക്കാം. ഇവിടെ പോകുന്നത് 50 ആംപിയർ 500 ആംപിയർ ഉണ്ട്. 550 ആംപിയർ ആണ് ഇവിടെ നിന്ന് സപ്ലൈ വരിക. 550 ആംപിയർ സപ്ലൈ ചെയ്താലേ 50 ആംപിയർ ഇങ്ങോട്ട് പോവുകയുള്ളൂ, 500 ആംപിയർ അങ്ങോട്ട് പോവുകയുള്ളൂ. അപ്പോൾ നമുക്ക് പവർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈസി ആയിട്ട് 550 × 1000 ചെയ്യാനായിട്ട് സാധിക്കും. വിച്ച് ഈസ് നത്തിങ് ബട്ട് 550 kVA ആണ് വരിക. അപ്പോൾ 550 kVA ആണ് ഇതിൻ്റെ പുതിയ റേറ്റിംഗ് വരിക. ഒരു 50 kVയിൽ നിന്നും 550 kVയിലെ ആയിട്ടുള്ള ഒരു ഓട്ടോ ട്രാൻസ്ഫോമറിലേക്ക് നമ്മളിത് മാറ്റി. A 400/100 volt 10 kVA 2 winding transformer is reconnected as an auto transformer. Maximum rating ഇതെല്ലാം KVAയിലാണ് കൊടുത്തിട്ടുള്ളത്, KVAയിലാണ്. ഓക്കെ, സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒരു 400/100 volt 10 kVA 2 winding ട്രാൻസ്ഫോമർ നമുക്കൊരു ഓട്ടോ ട്രാൻസ്ഫോമർ ആയിട്ട് റീകണക്ട് ചെയ്തു. അപ്പോൾ ഉണ്ടായിരിക്കുന്ന മാക്സിമം KVA എത്രയാണ്? അപ്പോൾ ഇതിലെ ചോദ്യങ്ങളൊക്കെ വരുന്നത് ഇത്രയും സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ഇത് ഗേറ്റ് 1999 വന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് സ്റ്റാർട്ട് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഏത് കണക്ഷൻസ് ആണെന്ന് നമുക്കറിയില്ല. അതായത് അഡിറ്റീവ് പൊളാരിറ്റി ആണോ സബ്ട്രാക്റ്റീവ് പൊളാരിറ്റി ആണോ എന്ന് നമുക്കറിയില്ല. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമുക്ക് നോക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ടേൺസ് റേഷ്യോ ആണ് നമുക്ക് നോക്കാം. ടേൺസ് റേഷ്യോ എപ്പോഴും ക്ലോസസ്റ്റ് ടു 1 ആയിരിക്കണം. അപ്പോൾ ക്ലോസസ്റ്റ് ടു 1 ആണെങ്കിൽ നമുക്ക് അതാണ് കൂടുതൽ പ്രിഫറബിൾ ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ നമ്മൾ ടേൺസ് റേഷ്യോയുടെ ഇക്വേഷൻ എന്താണ്? ടേൺസ് റേഷ്യോ A ഈസ് നത്തിങ് ബട്ട് VL/VH എന്ന് നമ്മൾ പറഞ്ഞു. വിത്ത് ഈസ് നത്തിങ് ബട്ട് ആദ്യത്തെ ഒരു കേസ് എടുക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അഡിറ്റീവ് പൊളാരിറ്റിയുടെ കേസ് ഫസ്റ്റ് എടുക്കുകയാണ്. കേസ് ഫസ്റ്റ് ഞാൻ എടുക്കുകയാണ്. 400 വോൾട്ട് സപ്ലൈ വോൾട്ടേജ് ആയിട്ട് എടുത്തു. അതിനുശേഷം അഡിറ്റീവ് പൊളാരിറ്റി കൺസിഡർ ചെയ്തു. അഡിറ്റീവ് പൊളാരിറ്റി കൺസിഡർ ചെയ്യുമ്പോൾ 400 + 100 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 500 ആയിരിക്കും രണ്ടിൻ്റെയും സമ്മ് വരിക. അപ്പോൾ 400 വോൾട്ടാണ് LV വോൾട്ടേജ്, HV വോൾട്ടേജ് പറഞ്ഞാൽ 500 ആയിരിക്കും വരിക. അപ്പോൾ നമുക്ക് VL/VH ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടി 400 / 500. 4/5 ഇസ് നത്തിങ് ബട്ട് 0.8 എന്ന് പറഞ്ഞാൽ ആദ്യത്തെ കേസ് കിട്ടി. ഇനി ഞാൻ കേസ് 2 കൺസിഡർ ചെയ്യുകയാണ്. കേസ് 2 കൺസിഡർ ചെയ്യുമ്പോൾ ഞാൻ 100 വോൾട്ടിനെ ഞാൻ സപ്ലൈ സൈഡായിട്ട് കൺസിഡർ ചെയ്തു. അഡിറ്റീവ് പൊളാരിറ്റി തന്നെയാണ്, 500 വോൾട്ടാണ് രണ്ടും കൂടി സമ്മ് വരുമ്പോൾ കിട്ടുക.
VL divided by VH ചെയ്തപ്പോൾ 100 divided by 500 ചെയ്തു. 1 divided by 5 it is nothing but 0.2 എന്ന് കിട്ടി. ഇനി അടുത്തൊരു കേസ് 3 സബ്ട്രാക്റ്റീവ് പൊളാരിറ്റി നമുക്ക് നോക്കാം അല്ലേ. സബ്ട്രാക്റ്റീവ് പൊളാരിറ്റിയിൽ ഞാൻ 400 തന്നെ എടുത്തു. 400 ബാർ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കും? 400 മൈനസ് 100 300 ആണ് നമുക്ക് കിട്ടുക അല്ലേ. 300 ആണ് നമുക്ക് കിട്ടുക. VL ഡിവൈഡഡ് ബൈ VH ചെയ്തപ്പോൾ ഇവിടുത്തെ ലോവർ വോൾട്ടേജ് 300 ആണ്. 300 ഡിവൈഡഡ് ബൈ 400 ചെയ്തപ്പോൾ 3/4 എനിക്ക് 0.75 ആണ് കിട്ടിയത്. ഇനി കേസ് 4 നോക്കാം. കേസ് 4 സബ്ട്രാക്റ്റീവ് പൊളാരിറ്റിയിൽ എന്താണ്? 100 സപ്ലൈ കൊടുത്തു, നമുക്ക് 300. സോ അവിടെ നമുക്കൊരു സബ്ട്രാക്റ്റീവ് പൊളാരിറ്റി നമുക്ക് പോസിബിൾ അല്ല. കാരണം 100 കൊടുത്തു കഴിഞ്ഞപ്പോൾ നമുക്ക് 300 ആണ് നമുക്ക് കിട്ടിയത്. നമുക്കൊരു ഇൻക്രിമെൻ്റ് ആണ് നമുക്ക് കിട്ടിയത്. എന്തായാലും നമുക്ക് നോക്കാം. VL ഡിവൈഡഡ് ബൈ VH നമുക്കറിയാം 100 ഡിവൈഡഡ് ബൈ 300 1/3 ഇറ്റ് ഈസ് നത്തിങ് ബട്ട് 0.33. ഇങ്ങനെയാണ് നമുക്ക് ടേൺസ് റേഷ്യോ കിട്ടിയിരിക്കുന്നത്. ഡിഫറെൻ്റ് ആയിട്ടുള്ള ടേൺസ് റേഷ്യോ കിട്ടിയിട്ടിരിക്കും. നമ്മൾ പറഞ്ഞു ടേൺസ് റേഷ്യോ ഇപ്പം ക്ലോസ് ടു 1 ആയിരിക്കണം. അപ്പോൾ ഇവിടെ ഏറ്റവും അടുത്ത് കൂടുതൽ വരുന്നത് 0.8 ആണ്. അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം 0.8ൻ്റെ എത്രയാണ് നമ്മുടെ മാക്സിമം എഫിഷ്യൻസി വരുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ 0.8ന് നമുക്ക് വരുന്ന സമയത്ത് നമ്മുടെ റേറ്റിംഗ് എത്രയായിരുന്നു? 400/500 എന്ന് പറഞ്ഞാണ് റേറ്റിംഗ് വന്നത്. അപ്പോൾ റേറ്റിംഗ് വന്നപ്പോൾ നമുക്ക് അതിൻ്റെ കറണ്ട് എത്രയാണ് നമുക്ക് കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ 400/500 ആണെന്ന് വരാം. ഞാൻ ട്രാൻസ്ഫോമർ ജസ്റ്റ് വരയ്ക്കാം. 400 ഇവിടെ 100 വന്നു, ഇവിടെ 400 വോൾട്ടേജ് വന്നു, ഇവിടെ 100 വന്നു, ടോട്ടലി നമുക്ക് 500 കിട്ടി. നമുക്ക് കറണ്ടിൻ്റെ റേറ്റിംഗ് ആണ് കണ്ടുപിടിക്കുന്നത്. 10 kV ആണ് നമുക്ക് തന്നിട്ടുണ്ടായിരുന്ന കറണ്ട്. അപ്പോൾ 10 kV ആണ് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത്. ഞാനിവിടെ ജസ്റ്റ് എഴുതാം, കാണാൻ പറ്റും തോന്നുന്നു. 10 kV എന്ന് പറയുമ്പോൾ 10 × 1000 is equal to 400 × I1. അപ്പോൾ 10 × 1000 ഡിവൈഡഡ് ബൈ 400 ചെയ്യാം. അപ്പോൾ ഇത് രണ്ടും വെട്ടിപ്പോയി, ഇത് രണ്ടും വെട്ടിപ്പോയി. 400ൽ 25, സോ 25 ആംപിയർ ആയിരിക്കും നമുക്ക് കിട്ടുക. സോ 25 ആംപിയർ ആണ് ഇതിൽ കൂടെ പോകുന്ന കറണ്ട് വരിക. ഇനി 100 വോൾട്ടേജിൻ്റെ അക്രോസുള്ള ഇത് എത്രയാണ് വരിക? 100 × I1 ദാറ്റ് ഈസ് ഈക്വൽ ടു 10 100 ആംപിയർ. ഓക്കെ ഫൈൻ. സോ ഇതിലൂടെ പോകുന്ന കറണ്ട് 100 ആംപിയർ ആയിരിക്കും വരിക. ഞാൻ ജസ്റ്റ് ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ ജസ്റ്റ് KVA എന്ന് നമുക്കറിയാം. KVA റേറ്റിംഗ് എത്രയാണ് നമുക്ക് അറിയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കറണ്ട് കണ്ടുപിടിക്കാനായിട്ട് എളുപ്പമാണ്. KVA റേറ്റിംഗ് ഡിവൈഡഡ് ബൈ വോൾട്ടേജ് ചെയ്ത് നമുക്ക് കറണ്ട് അറിയാം. സോ 10 kVA ഡിവൈഡഡ് ബൈ 400 ചെയ്തപ്പോൾ എനിക്ക് 25 ആംപിയർ കിട്ടി. അതേപോലെ തന്നെ 10 kVA ഡിവൈഡഡ് ബൈ 100 സെക്കൻഡ് സൈഡിൽ 100 വോൾട്ട് ആയിരുന്നു. അത് ഡിവൈഡ് ചെയ്തപ്പോൾ എനിക്ക് 100 ആംപിയർ കിട്ടി. ഓക്കെ ഫൈൻ. സോ നമുക്ക് രണ്ട് കറണ്ട് കിട്ടിയ സ്ഥിതിക്ക് നമുക്ക് എത്രയാണ് അതിൻ്റെ KVA റേറ്റിംഗ് വരുന്നത് നമുക്ക് നോക്കാം. സോ ഇവിടെ നമുക്ക് 500 വോൾട്ടേജ് ഉണ്ട്, ഇവിടെ നമുക്ക് 100 ആംപിയർ ഉണ്ട്. സോ 500 × 100 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 50 × 1000 വിച്ച് ഈസ് നത്തിങ് ബട്ട് 50 kVA. സോ 50 kVA ആയിരിക്കും ഇതിൻ്റെ ഓപ്ഷൻസിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. മാക്സിമം KVA റേറ്റിംഗ് എന്ന് പറഞ്ഞിരിക്കുന്നത് 50 kVA ആയിരിക്കും നമുക്ക് കണ്ടുപിടിക്കാം. ഇതിൽ ഓപ്ഷൻസ് തന്ന കാരണം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള കേസുകൾ ചെക്ക് ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ ഇങ്ങനെയാണ് നമുക്ക് ഇതിൻ്റെ ഒരു മോഡ് ഓഫ് ഓപ്പറേഷൻ വരുന്നത്. എങ്ങനെയായിരിക്കും? ആദ്യം നിങ്ങൾ ടേൺസ് റേഷ്യോ ചെക്ക് ചെയ്യുക. ടേൺസ് റേഷ്യോ ക്ലോസസ്റ്റ് ടു 1 ഏതാണെന്ന് നോക്കുക. അതിൽ നിന്ന് നമ്മൾ KVA റേറ്റിംഗ് മാക്സിമം എത്രയാണെന്ന് കണ്ടുപിടിക്കാം. സോ ഇതും ഒരു ഗേറ്റ് ക്വസ്റ്റൻ ആയിരുന്നു. മിക്ക ക്വസ്റ്റ്യൻസും ഇതേപോലെ തന്നെ KVA റേറ്റിംഗ് എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ പറയുക എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻസ് തന്നെയാണ് വന്നിട്ടുള്ളത്. സോ ഞാനൊരു 2-3 വെറൈറ്റീസ് ക്വസ്റ്റ്യൻസിൽ സെയിം ഗേറ്റ് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം ഏകദേശം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ്. അത്തരം വെറൈറ്റി ക്വസ്റ്റ്യൻസ് പിന്നെ വേറെ ഇതിൽ വന്നിട്ടില്ല. സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് വന്നിട്ടുള്ളത്. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഓട്ടോ ട്രാൻസ്ഫോമറിൽ ഡിസ്കസ് ചെയ്തത്. സോ ഫൈനലി നമ്മൾ ഓട്ടോ ട്രാൻസ്ഫോമർ എന്ന ടോപ്പിക്ക് ഫിനിഷ് ചെയ്തു. ഇനി നമ്മൾ അടുത്ത ദിവസം നമ്മൾ പാരലൽ ഓപ്പറേഷൻ ഓഫ് എ ട്രാൻസ്ഫോമർ, സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമർ ആണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരെ DC മെഷീൻ സ്റ്റാർട്ട് ചെയ്യാം. സോ ഓക്കെ, താങ്ക് യു.